വാർത്ത എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? പഴയ കാലത്തെ ന്യൂസ് പേപ്പർ അങ്ങനെ ഒരു സിസ്റ്റം ആണോ, അതോ ടെലിവിഷൻ ചാനലുകളാണോ, അതോ വെബ്സൈറ്റുകളാണോ? എന്നാൽ ഈ കാഴ്ചപ്പാടുകളെല്ലാം പൊളിച്ചെഴുതുകയാണ് ജെൻസി എന്ന പുതുതലമുറ. ഇവർക്ക് ഈ വാർത്തകൾ ലഭിക്കുന്നതിന്റെ പ്രധാന മാർഗം ഇപ്പോൾ പോഡ്കാസ്റ്റുകളാണ്. സൂക്ഷിച്ചു കേൾക്കുക, വെറും ഓഡിയോ പോഡ്കാസ്റ്റുകൾ മാത്രമല്ല, ഇപ്പോൾ വീഡിയോ പോഡ്കാസ്റ്റുകൾ ഒരു പുതിയ സ്ട്രീമിംഗ് യുദ്ധത്തിന് തന്നെ കളമൊരുക്കിയിരിക്കുകയാണ്. എന്തിന് ഈ ജെൻസി ഇങ്ങനെയൊരു മാറ്റം ആഗ്രഹിക്കുന്നു? പരമ്പരാഗത മാധ്യമങ്ങളിൽ നിന്ന് അവർ എന്തിനാണ് അകലം പാലിക്കുന്നത്? ഈ പുതിയ ട്രെൻഡുകൾ എങ്ങനെയെല്ലാമാണ് ആഗോള മാധ്യമങ്ങളെ മാറ്റിമറിക്കുന്നത്? വിശദാംശങ്ങളൊന്ന് നോക്കാം. ഈ ന്യൂസ് പേപ്പറിന്റെ പേജുകൾ മറിക്കാനോ അല്ലെങ്കിൽ TV ന്യൂസ് ബുള്ളറ്റിന്റെ സമയം കാത്തിരിക്കാനോ ഒന്നും ഈ ജെൻസിക്ക് താല്പര്യമില്ല. തങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം എപ്പോൾ വേണമെങ്കിലും എവിടെ വച്ചും കാണാനും കേൾക്കാനും സാധിക്കുന്ന പോഡ്കാസ്റ്റുകളിലേക്ക് ജെൻസി മാറിയിരിക്കുന്നു. പ്രധാന കാരണം വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ. അതായത് പഴയ തലമുറയെ അപേക്ഷിച്ച് ജെൻസി ഒറ്റ കാഴ്ചപ്പാടിൽ മാത്രം വാർത്തകൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പല പേഴ്സ്പെക്റ്റീവ്സിൽ, അതായത് വീക്ഷണ കോണുകളിൽ നിന്നുള്ള വിവരണങ്ങൾ വേണം. പോഡ്കാസ്റ്റുകൾക്ക് ഇത് സാധ്യമാക്കാൻ കഴിയും. ഒരു വിഷയത്തെക്കുറിച്ച് പല വിദഗ്ധർക്കും ആളുകൾക്കും വ്യത്യസ്ത രീതിയിൽ സംസാരിക്കാനുള്ള വേദി പോഡ്കാസ്റ്റുകൾ നൽകുന്നു. അടുത്ത കാരണം എന്ന് പറയുന്നത് ആഴത്തിലുള്ള വിശകലനമാണ്. വെറും ഹെഡ്ലൈൻസും ബ്രേക്കിംഗ് ന്യൂസുകളും മാത്രം പോരാ ജെൻസിക്ക്. അവർക്കൊരു വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനം ആവശ്യമാണ്. പോഡ്കാസ്റ്റുകൾ ഒരു വിഷയത്തെക്കുറിച്ച് ദീർഘമായ ഒരു ഇടവേളയും ഇല്ലാത്ത വിവരങ്ങൾ നൽകാൻ സാധിക്കുന്നു. അതുപോലെ ഈ തലമുറ ഡിജിറ്റലായി വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പഠനവും വിനോദവും വിവരശേഖരണവും ഒക്കെ എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ്. പോഡ്കാസ്റ്റുകൾ ഈ ഡിജിറ്റൽ ജീവിതശൈലിക്ക് അനുയോജ്യമാണ് എന്നുള്ളത് അറിയാലോ. വെറും ഓഡിയോ പോഡ്കാസ്റ്റുകൾ എന്നതിനും അപ്പുറം ഇപ്പോൾ വീഡിയോ പോഡ്കാസ്റ്റുകളാണ് ട്രെൻഡ്. ഇനി എന്തുകൊണ്ടാണ് വീഡിയോ പോഡ്കാസ്റ്റുകൾ ഇങ്ങനെ ട്രെൻഡിങ് ആകുന്നത്? ആദ്യത്തെ കാരണം വിഷ്വൽ അപ്പീലാണ്. അതായത് കേൾക്കുന്നതിനൊപ്പം തന്നെ കാണാനും സാധിക്കുന്നത് പ്രേക്ഷകരുടെ ശ്രദ്ധ കൂടുതൽ പിടിച്ചുപറ്റുന്നു. ഇന്റർവ്യൂസും ഡിസ്കഷൻസും പോലുള്ള അല്ലെങ്കിൽ ഇവയിലൊക്കെ അവതാരകന്റെയും അതുപോലെ അതിഥികളുടെയും ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാനും ഇത് സഹായിക്കും. പലപ്പോഴും വെറും ഓഡിയോയേക്കാൾ വിശ്വസനീയമായ ആളുകൾക്ക് വീഡിയോ കണ്ടന്റുകൾ തോന്നാറുണ്ട്. യൂട്യൂബ്, സ്പോട്ടിഫൈ, ആപ്പിൾ പ്രോഡക്ട്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ വീഡിയോ പോഡ്കാസ്റ്റുകൾക്ക് വലിയ പ്രാധാന്യവും നൽകുന്നു. യൂട്യൂബ് ഇതിനെ തങ്ങളുടെ അടുത്ത ലെവലുള്ള സ്ട്രീമിംഗ് യുദ്ധഭൂമിയായി കാണുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പുതിയ ക്രിയേറ്റർമാർക്ക് വലിയ അവസരങ്ങളുമുണ്ട്. പരമ്പരാഗത മാധ്യമങ്ങൾ, അതായത് ന്യൂസ് പേപ്പർ, TV ചാനലുകൾ പോലുള്ളവ പലപ്പോഴും വേഗതയുടെയും അതുപോലെ സെൻസേഷണലിസത്തിന്റെയും ഒക്കെ പിന്നാലെയാണ്. ഇത് ജെൻസിക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ തടസ്സമുണ്ടാക്കുന്നു. പലപ്പോഴും സങ്കീർണമായ വിഷയങ്ങളെ ലളിതമായി അവതരിപ്പിക്കാൻ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ പോഡ്കാസ്റ്റുകൾക്ക് ഈ സങ്കീർണതയെ കൂടുതൽ വിശദമായി സമീപിക്കാൻ കഴിയുമെന്നതാണ് വാസ്തവം. പോഡ്കാസ്റ്റുകൾ യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കാൻ സാധിക്കുന്നത് ജെൻസിക്ക് വലിയ സൗകര്യമാണ്. ഇഷ്ടമുള്ള സമയത്ത്, ഇഷ്ടമുള്ള സ്ഥലത്ത്, ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. അതെ, മാധ്യമ ലോകം വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ജെൻസിയുടെ ഈ പുതിയ മാധ്യമ ഉപയോഗ രീതി ഒക്കെ കണ്ടറിഞ്ഞ് മാധ്യമ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ അവർക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പോഡ്കാസ്റ്റുകൾ, പ്രത്യേകിച്ച് വീഡിയോ പോഡ്കാസ്റ്റുകൾ വരും കാലങ്ങളിൽ വാർത്താ വിതരണ രംഗത്തെ പുതിയ രാജാക്കന്മാരായി മാറുമെന്നതിൽ സംശയമില്ല. ജെൻസിയുടെ ഈ മാറ്റം വാർത്തകൾ രൂപപ്പെടുത്തുന്ന രീതിയെയും മാധ്യമങ്ങൾ പണം സമ്പാദിക്കുന്ന രീതിയെയും അടിമുടി മാറ്റുമെന്ന് ഉറപ്പ്. വരും കാലങ്ങളിൽ വാർത്തകൾ വായിക്കുകയല്ല, കേൾക്കുകയോ കാണുകയോ ആയിരിക്കും യുവതലമുറയുടെ രീതിയും. ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാണ്?